हरिनाम संकीर्तन महायज्ञ की जय। जयो राधा माधव जयो कृष्ण बिहारी जयो राधा माधव जयो कुंज बिहारी जय गोपीजन प्रिया जयो गिरिवरदारी जयो गिरिवरदारी जयो गोपीजन जयो गिरिवरदारी जयो गिरिवरदारी जयो यशोदानंदना जयो ब्रजन रंजना जयो यशोदानंदना जयो ब्रजन रंजना जयो यमुना तीरावनचारी जयो कुंज बिहारी जयो यमुना तीरावनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे हरे राम 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 हरे जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमय जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रमय जयो कृष्ण बलराम जयो कृष्ण बलराम बलराम जयो कृष्ण बलराम जयो कृष्ण जयो कृष्ण जयो कृष्ण जयो गौरामिता जयो गौरामिता गौरामिता जयो गौरामी जयो गौरामिता जयो गौरामिता गौरामिता जयो गौरामी जय जय प्रभुपाद 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 जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय गुरुदेव जय जय गुरुदेव जय गुरुदेव हरिनाम संकीर्तन महायज्ञ की जय। हरे कृष्णा महामंत्र युग धर्म की जय। श्रीमद् भागवतम भगवद गीता पठन यज्ञ की जय। श्रीला प्रभुपाद की जय। श्री गुरुदेव की जय। गौर प्रमंदे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। हरे कृष्णा। ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നുള്ള അധ്യായത്തിൽ ഇന്ന് നമ്മൾ ഭഗവാന്റെ കൃപയാൽ
7ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. 1:1:7 ശ്രീമദ് ഭാഗവതം 1:1:7. യാനി വേദാവിദാം ശ്രേഷ്ഠോ യാനി വേദാവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ ഭഗവാൻ ബാദരായണഃ അന്യോച്ച മുനയാ സൂത അന്യേച്ച മുനയാ സൂത പരാവരവിദോ വിദുഃ പരാവരവിദോ വിദുഃ യാനി വേദാവിദാം ശ്രേഷ്ഠോ യാനി വേദാവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ ഭഗവാൻ ബാദരായണഃ അന്യേച്ച മുനയാ സൂത അന്യേച്ച മുനയാ സൂത പരാവരവിദോ വിദുഃ പരാവരവിദോ വിദുഃ. യാനി എല്ലാം വേദവിദ വേദപണ്ഡിതർ ശ്രേഷ്മ ശ്രേഷ്ഠം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷ അവതാരം ബാദരായണഃ വ്യാസദേവൻ അന്യേ മറ്റുള്ള ച മുനയഃ മുനിമാർ സുത അല്ലയോ സൂത ഗോസ്വാമി പരാവര വിദോ പണ്ഡിത ശ്രേഷ്ഠരിൽ ഭൗതികവും അതിഭൗതികവുമായ ജ്ഞാനമുള്ള വ്യക്തി. വിദുഹു അറിയുന്നവൻ. വിവർത്തനം. അല്ലയോ സൂത ഗോസ്വാമി ശ്രേഷ്ഠ വേദാന്ത പണ്ഡിതനാകയാൽ അങ്ങയ്ക്ക് പരമദിവ്യോത്തമ പുരുഷനായ വ്യാസദേവന്റെ ജ്ഞാനം പരിചിതമാണല്ലോ. മാത്രവുമല്ല ഭൗതികവും അതിഭൗതികവുമായ ജ്ഞാനങ്ങളെല്ലാം നേടിയ സന്യാസി ശ്രേഷ്ഠരെയും താങ്കൾക്ക് പരിചയമുണ്ടല്ലോ. ഭാവാർത്ഥം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ബ്രഹ്മസൂത്രം അഥവാ ബാദരായണി വേദാന്ത സൂത്രങ്ങൾ ശ്രീമദ് ഭാഗവതത്തിന്റെ സ്വാഭാവിക വ്യാഖ്യാനമാണ്. വേദാന്ത സൂത്രത്തിന്റെയും സർവവേദശാസ്ത്രങ്ങളുടെയും സാരാംശമായ ശ്രീമദ് ഭാഗവതത്തിന്റെയും രചയിതാവ് വ്യാസദേവനാകയാൽ ശ്രീമദ് ഭാഗവതത്തെ നൈസർഗികം അഥവാ സ്വാഭാവികമെന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. വ്യാസദേവന് പുറമെ ഗൗതമ, കണാദ, കപില, പതഞ്ജലി, ജൈമിനി, അഷ്ടാവക്ര എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഷഡ്വിധ തത്വശാസ്ത്ര 6 തത്വശാസ്ത്ര ജ്ഞാനോചിതമായ സിദ്ധാന്ത സംഹിത രചിച്ച മറ്റു ശ്രേഷ്ഠ ഋഷിമാരുമുണ്ട്. വേദാന്ത സൂത്രത്തിൽ ആസ്തിക്യത്തെ അതായത് ഈശ്വരൻ ഉണ്ടെന്ന വിശ്വാസം പൂർണ്ണമായി വിശദമാക്കിയിരിക്കുന്നു. എന്നാൽ മറ്റു തത്വശാസ്ത്ര സംഹിതകളിൽ സർവകാരണങ്ങളുടെയും പരമകാരണത്തെക്കുറിച്ചുള്ള യാതൊരു പ്രായോഗിക സൂചനയും പ്രതിപാദിക്കാതെ ദാർശനിക വീക്ഷണങ്ങളെ മാത്രം വിവരിച്ചിരിക്കുന്നു. മറ്റെല്ലാ സമ്പ്രദായങ്ങളെയും അവഗണിച്ച് ശ്രീമദ് ഭാഗവതത്തിന്റെ ആസ്തിക്യ ആലോകനങ്ങളെ പരിപൂർണമായും അവതരിപ്പിക്കാൻ സർവമാന ദാർശനിക സൈദ്ധാന്തിക സംഹിതകളെയും കുറിച്ച് ജ്ഞാനം നേടിയ ശേഷം മാത്രമേ വ്യാസാസനത്തിൽ ഉപവിഷ്ടനാകാനാകൂ. ശ്രീലസൂത ഗോസ്വാമി യഥാർഹമായ ആചാര്യനാകയാൽ നൈമിഷാരണത്തിലെ ശ്രേഷ്ഠ ഋഷിമാർ അദ്ദേഹത്തെ വ്യാസാസനത്തിൽ അവരോധിച്ചു. ആധികാരിക പ്രാമാണിക അവതാരമാകയാൽ ശ്രീല വ്യാസദേവനെ പരമദിവ്യോത്തമ പുരുഷനായി ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ.
ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപാഗതമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖനിതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗർദിശേ നമഃ നമോ ബ്രാഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ്യ ഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ വാഞ്ചാ കൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ നമാവും ശ്രീതായ കൃഷ്ണപൃഷ്ഠായ ബദരി ശ്രീമദേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ നമാമി മൃദന്ന ചരണാരവിന്ദേ ശ്രീ ഭാഗവത പദസമേതസേ പ്രചാരണേ ലോകധാരണേ ശ്രീ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ശ്രീമദ് ഭാഗവതത്തിന് എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. ഞാൻ പറയുന്നത് ഓഡിയബിൾ ആണ്, കേൾക്കാമോ? ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ. ഇന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ 7ാമത്തെ ശ്ലോകം ഭഗവാന്റെ കൃപയാൽ ഭക്തജനങ്ങൾ ഡിസ്കസ് ചെയ്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ശ്ലോകം പ്രതിപാദിക്കുന്നത് സൂത ഗോസ്വാമിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ശ്ലോകങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, സൂത ഭാഗവതത്തിന് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെ ശ്ലോകം ഏതൊക്കെ കാര്യങ്ങളാണ് പറയുന്നതിനെ കുറിച്ചുള്ള സ്പ്ലിറ്റപ്പ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഇപ്പൊ എന്തായാലും സൂത ഗോസ്വാമിയുടെ ഗ്ലോറിഫിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശൗനക ഋഷിവര്യന്മാർ നൈമിഷാരണ്യത്തിൽ വച്ച് സൂത ഗോസ്വാമിയോട് ചോദിക്കാൻ പോകുന്ന രീതിയിലാണ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പോ അതിലെ പല സംഭാഷണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒരു സംഭാഷണം നടക്കുന്നത് മെയിനായിട്ട് രണ്ടാമത് ശ്രീമദ് ഭാഗവത ചർച്ചയായ ശൗനക ഋഷിവര്യന്മാരോട് സൂത ഗോസ്വാമി ചെയ്യുന്ന സംഭാഷണമാണ് അതിലെ ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ടില് അദ്ദേഹം പറയുന്നത് പരീക്ഷിത് മഹാരാജാവിനോട് സുഖദേവ ഗോസ്വാമി ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറഞ്ഞ് പിന്നെ അടുത്ത സംഭാഷണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഭാഗവതം തുടങ്ങുന്നത് സൂത ഗോസ്വാമി ശൗനക ഋഷിവര്യന്മാരോട് ചർച്ച ചെയ്യുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സൂത ഗോസ്വാമിയെ ശൗനക ഋഷിവര്യന്മാരെ യഥാവിധം ഉചിതമായ വ്യാസാസനം നൽകി സ്വീകരിക്കുകയും എന്നിട്ട് സൂത ഗോസ്വാമിയെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുകയാണ്. തദ്വിധി പ്രണിപാതേന പരിപ്രഷ്ടേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന. അപ്പോ ജ്ഞാനം തത്വത്തിൽ ദർശിച്ച് റിയലൈസ്ഡ് ആയ സോളുകളെ അവരിൽ നിന്നും ജ്ഞാനം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അവരെ ഉചിതമായ രീതിയിൽ തദ്വിധി പ്രണിപാത പരിപ്രശ്നേന സേവ ചെയ്യേണ്ടതാണ്. അപ്പൊ സേവനം ഗ്ലോറിഫിക്കേഷനും ഒരു സേവനമാണ്. അത് അനാവശ്യമായി പോയിട്ട് പറയുന്നതല്ല. അവർക്കുള്ള യോഗ്യതയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ചെയ്യുന്ന ഗ്ലോറിഫിക്കേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശൗനക ഋഷിവര്യന്മാർ പറയുകയാണ്, അല്ലയോ സൂത ഗോസ്വാമി, ശ്രേഷ്ഠ വേദാന്ത പണ്ഡിതനാകയാൽ അങ്ങേക്ക് പരമദിവ്യത്വ പുരുഷനായ വ്യാസദേവന്റെ ജ്ഞാനം പരിചിതമാണല്ലോ. മാത്രവുമല്ല ഭൗതികവും ആദിഭൗതികവുമായ ജ്ഞാനങ്ങളെല്ലാം നേടിയ
സന്യാസി ശ്രേഷ്ഠരെയും താങ്കൾക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറയാം. എന്താണ് ഇവരെയൊക്കെ പരിചയമുണ്ടല്ലോ എന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാല് വ്യാസദേവനെ ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പരമദിവ്യത്വം പുരുഷനായ വ്യാസദേവൻ എന്നാണ്. അപ്പൊ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളുണ്ട്. അംശാവതാരം, ശക്തിവേഷാവതാരം, യുഗാവതാരം, മന്വന്താവതാരം, ദശാവതാരം, അങ്ങനെ ഭഗവാന് വ്യത്യസ്ത പൂർണ്ണാവതാരം, അംശാവതാരം എന്നിങ്ങനെ ഒരുപാട് ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. അതില് ശ്രീല വ്യാസദേവൻ വരുന്നത് ശക്തിവേഷാവതാരമാണ്. ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി മാത്രം ഭഗവാൻ കുറച്ച് ശക്തി കൊടുത്ത് ഒന്നുകിൽ ഭഗവാൻ സ്വയമോ അല്ലെങ്കിൽ ഭഗവാൻ കുറച്ച് ശക്തി ഏതെങ്കിലും ജീവാത്മാവിന് കൂടുതൽ കൊടുത്ത് അയക്കുകയോ ചെയ്യുന്ന അവതാരത്തിനെയാണ് ശക്തിവേഷ അവതാരം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വ്യാസദേവൻ എന്ന് പറയുന്നത് ശക്തിവേഷ അവതാരമാണ്. അപ്പോ ഭഗവാൻ പരമദിവ്യത്വം പുരുഷൻ തന്നെയാണ് വ്യാസദേവൻ. അദ്ദേഹത്തിന്റെ അവതാരമാണ്. നേരിട്ട് പരമദിവ്യത്വം പുരുഷൻ എന്ന് ഇവിടെ അഭിസംബോധന ചെയ്തതോടുകൂടി ശ്രീമദ് ഭാഗവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാസദേവൻ സാധാരണ ഒരു ജീവാത്മാവല്ല, ബദ്ധാത്മാവല്ല, അദ്ദേഹം മുക്താത്മാവാണ്, ഭഗവാന്റെ തന്നെ അവതരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ അദ്ദേഹത്തിന് ആർക്ക് പരിചയമുണ്ട്? വ്യാസദേവന്റെ ജ്ഞാനം, അതായത് സർവശ്രേഷ്ഠ വേദാന്ത പണ്ഡിതനാകയാൽ പരമദിവ്യത്വം പുരുഷനായ വ്യാസദേവന്റെ ജ്ഞാനം പരിചിതമാണല്ലോ. അപ്പൊ വ്യാസദേവനെ കുറിച്ച് അങ്ങേക്ക് അറിയാമല്ലോ. അദ്ദേഹം രചിച്ച വേദാന്തങ്ങളെ കുറിച്ചും ഒക്കെ അങ്ങേക്ക് അറിയാമല്ലോ എന്ന് സൂത ഗോസ്വാമിയെ ശൗനക ഋഷിവന്മാരെ അഭിസംബോധന ചെയ്യുകയാണ്. അത് പറയുന്നതിന്റെ കൂടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഭൗതികവും ആദിഭൗതികവുമായ ജ്ഞാനങ്ങളെല്ലാം നേടിയ സന്യാസി ശ്രേഷ്ഠരെയും അങ്ങേക്ക് പരിചയമാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞു? അപ്പൊ വേദങ്ങളെ പല രീതിയിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ വേദവ്യാസൻ തന്നെ സ്വയമേ പറഞ്ഞ വേദാന്തം ഉണ്ട്. ശ്രീമദ് ഭാഗവതം, വേദാന്തത്തിന് ശ്രീമദ് ഭാഗവതം എന്നുള്ള പരിഭാഷ എഴുതിയത് വ്യാസദേവൻ സ്വയമാണ്. അപ്പോ ഭാഷ്യം എഴുതുക എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് സ്വന്തം ഭാഷ്യം എഴുതുക എന്നാണ് പറയും. അങ്ങനെ ഭാഷ്യം എഴുതുന്നത് വേദങ്ങളെ കുറിച്ച് സ്വയമേ ഭാഷ്യം അതിന്റെ വേദത്തിന്റെ സൃഷ്ടികർത്താവായ വേദവ്യാസൻ തന്നെ എഴുതിയതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ഭാഗവതം പഠിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു ഭാഷ്യവും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ വേദവ്യാസൻ തന്നെ വേദാന്തത്തിന് എഴുതിയ ഭാഷ്യമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ എങ്ങനെ വേദവ്യാസൻ എഴുതിയ ഈ വ്യാഖ്യാനം മറ്റു ഋഷിവരന്മാര് എഴുതിയതും എത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ യോഗ്യനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദി ഭൗതികവും ഭൗതികവുമായ ജ്ഞാനങ്ങളെല്ലാം നേടിയ സന്യാസിമാരെയും അങ്ങേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഭാവാർത്ഥത്തില് ലാസ്റ്റത്തെ ഭാഗം ഞാൻ വായിക്കാം. ശ്രീമദ് ഭാഗവതത്തിന്റെ ആസ്തിക്യ അലോകങ്ങളെ പരിപൂർണമായി അവതരിപ്പിക്കാൻ സർവമാന ദാർശനിക സൈദ്ധാന്തിക സംഹിതകളെയും കുറിച്ച് ജ്ഞാനം നേടിയ ശേഷം മാത്രമേ വ്യാസാസനത്തിൽ ഭൂഷണനാകുന്ന എന്ന് വെച്ചാൽ വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് വേദത്തിന്റെ വ്യത്യസ്ത ഭാഷ്യങ്ങളെ കുറിച്ചും ബോധമുണ്ടായിരിക്കണം. എങ്കിലേ വ്യാസാസനത്തിൽ ഇരുന്ന് സംസാരിക്കാനുള്ള അർഹത ഉള്ളൂ എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വേദത്തിന്റെ വ്യത്യസ്ത സൈദ്ധാന്തിക ദർശനികം എഴുതിയത് ആര് എന്നും കൂടെ ഇവിടെ ശ്രീല പ്രഭുപാദർ പർപ്പട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഗൗതമൻ, കണാദൻ, കപിലൻ, പതഞ്ജലി, ജൈമിനി, അഷ്ടാവക്രൻ ഇവരെല്ലാം വേദങ്ങളെ കുറിച്ച് അവരവരുടേതായ രീതിയിലുള്ള ദാർശനികം സൈദ്ധാന്തികം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി ശ്രീല വ്യാസദേവൻ പറയുന്ന അദ്ദേഹത്തിന്റെ സ്വാഭാവിക വ്യാഖ്യാനമായ ശ്രീമദ് ഭാഗവതവും മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന അവരുടേതായ വ്യാഖ്യാനവും തമ്മിൽ ഒരു ചേരുംപടി ചേർത്ത് ഒരു തട്ടിച്ച് ചേരുംപടി ചേർത്ത് ഒരു റിസർച്ച് നടത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ വ്യാസാസനത്തിൽ ഇരിക്കാൻ അർഹതയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒരു പഠനം നടത്തിയ ആചാര്യനാണ് സൂത ഗോസ്വാമി എന്നാണ് ശൗനക ഋഷിവന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്നും വ്യാസസനത്തിൽ നിന്ന് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മള് ഹമ്പിളായി നമ്മുടെ ഈ കലിയുഗത്തിലും ഈ ശ്രീമദ് ഭാഗവത ദർശനം ആവുന്ന രീതിയിൽ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഇത്രയും വലിയൊരു ദൗത്യത്തിനെ ഗുരുമാരാന്റെ കൃപ കൊണ്ട് മാത്രം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ ശ്ലോകത്തില് മറ്റു ദാർശനിക സൈദ്ധാന്ത്യത്തിനെയും കുറിച്ച് ബോധമുണ്ടായ ഒരു വ്യക്തിക്ക് മാത്രമേ
വ്യാസാസനത്തിൽ ഇരുന്ന് ക്ലാസ് എടുക്കാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗൗതമ ദർശനം എന്താണെന്നും കനാദ ദർശനം എന്താണെന്നും കപില ദർശനം എന്താണെന്നും പതഞ്ജലി ദർശനം എന്താണെന്നും ജൈമിനിയുടെ ദർശനം എന്താണെന്നും അഷ്ടാവക്ര ദർശനം എന്താണെന്നും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് വ്യാസദേവൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ദർശനം എന്താണെന്നും അദ്ദേഹത്തിന് നമ്മളോട് സ്വാഭാവികമായ വ്യാഖ്യാനം വേദാന്ത സൂത്രങ്ങൾക്ക് അദ്ദേഹം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് പഠിക്കലാണ് കലിയുഗത്തിൽ ഒരു മനുഷ്യൻ അത്യാവശ്യം ചെയ്യേണ്ട കാര്യം. കാരണം മറ്റുള്ള ദാർശനിക കാര്യങ്ങളെല്ലാം പഠിച്ച് വേദവ്യാസൻ പറഞ്ഞ കാര്യം നമുക്ക് ലാസ്റ്റായിട്ട് വെക്കുമ്പോൾ ഇതിനിടയിൽ നമ്മൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേദാന്ത സൂത്രത്തിന്റെ സ്വാഭാവികമായ വ്യാഖ്യാനം എഴുതിയ വേദങ്ങളുടെ തന്നെ രചയിതാവായ വ്യാസദേവൻ എന്ത് പറയാനുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ മരിച്ചാൽ കൂടി ജീവിതം പരിപൂർണമാണ്. അപ്പോൾ മറ്റു ദർശനങ്ങളിലേക്ക് പഠിച്ചു പോകാനുള്ള സമയം ഉണ്ടോ ഇല്ലയോ, ആദ്യം പഠിക്കേണ്ടത് ശ്രീല വ്യാസദേവന്റെ തന്നെ വേദാന്ത ദർശനം, സ്വാഭാവികമായ വ്യാഖ്യാനം, ശ്രീമദ് ഭാഗവത പഠനമാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഭാഗവത പഠനം ചെയ്ത വ്യക്തിക്ക് വേറെ ഒന്നും പഠിക്കേണ്ടതില്ല എന്നും കൂടെ ആദ്യത്തെ 1-2 ശ്ലോകങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതം ഒന്നുകൊണ്ട് മാത്രം മറ്റു ദാർശനിക സിദ്ധാന്തങ്ങളെ കുറിച്ച് പഠനം ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ കൂടി ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതം പരിപൂർണമാണ് എന്ന് ആദ്യത്തെ 1-2 ശ്ലോകങ്ങളൂടെ മനസ്സിലാക്കേണ്ടതാണ്. എനിവേ, നമുക്ക് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചും ശ്രീല വ്യാസദേവനെ കുറിച്ചും ഒരു ചർച്ച ചെയ്യാം. ഇന്നത്തെ ശ്ലോകത്തില് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് സൂതഗോസ്വാമി അങ്ങ് ഭഗവാൻ ബാദരായണ, അദ്ദേഹത്തിനെ കുറിച്ച് ജ്ഞാനമുണ്ടല്ലോ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള അറിവ് അങ്ങേക്കുണ്ടല്ലോ. ആരാണ് ബാദരായണൻ? ബാദരായണൻ എന്നുള്ള വാക്കിനർത്ഥം വ്യാസദേവൻ എന്ന് അതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദവ്യാസന്റെ വ്യത്യസ്ത പേരുകളിൽ ഒന്നാണ് ബാദരായണൻ എന്ന് മനസ്സിലാക്കണം. അപ്പൊ വേദവ്യാസനെ അങ്ങേക്ക് നേരിട്ട് പരിചയമുണ്ടല്ലോ, അപ്പൊ വ്യാസദേവനിൽ നിന്നും താങ്കൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടെ അവര് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പൊ വ്യാസദേവന്റെ വ്യത്യസ്ത നാമങ്ങൾ എന്ത് എന്ന് തുടങ്ങി വേദവ്യാസനെ കുറിച്ച് നമുക്ക് വിനയപൂർവ്വം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് നോക്കാം. വേദവ്യാസന്റെ പര്യായങ്ങളായി മഹാഭാരതത്തിൽ തന്നെ ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ ആയിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിന് കൃഷ്ണദോപായനൻ എന്ന് പേര് കിട്ടിയത്. ദോപായനൻ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. സത്യവതി സൂതനൻ എന്നും സത്യവ്യത്യാത്മജൻ എന്നും പരാശര്യൻ എന്നും പരാശരാത്മജൻ എന്നും വദരായണൻ, ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്ന വദരായണൻ എന്നും വ്യാസൻ എന്നും വേദവ്യാസന് വ്യത്യസ്ത നാമങ്ങളുണ്ട്. അതിൽ ഇന്നത്തെ ശ്ലോകത്തിൽ വദരായണൻ എന്നുള്ള അദ്ദേഹത്തിന്റെ പര്യായത്തിനെ അഭിസംബോധന ചെയ്താണ് ഇന്നത്തെ ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വ്യാസൻ എന്ന പദത്തിന്റെ അർത്ഥം വ്യസിക്കുന്നവൻ എന്നാണ്. അതായത് ഇനി വേദവ്യാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പരാശര മുനി എന്നാണ്. പരാശര മുനി, അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് സത്യവതി അല്ലെങ്കിൽ കാളി എന്നുള്ള പേരാണ് ദേവിക്കുള്ളത്. വംശാവലി പറയുകയാണെങ്കിൽ വിഷ്ണുവിൽ നിന്നും തുടങ്ങി ബ്രഹ്മാവ്, വശിഷ്ഠൻ, ശക്തി, പരാശരൻ, വ്യാസൻ എന്നാണ് ആ പരമ്പര വരുന്നത്. പരാശര മുനിക്ക് സത്യവതി ദേവിയിൽ നിന്നും, ദേവി പ്രത്യേകിച്ച് മുക്കുവ കന്യകയാണ്. അദ്ദേഹത്തിന് ആദ്യമായി ഇട്ട പേര് കൃഷ്ണൻ എന്നാണ്. ഒരു ദ്വീപിലാണ് അവര് കൃഷ്ണദേവയാന വ്യാസൻ ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ദ്വീപ് എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കുന്ന കൃഷ്ണദേവയാനൻ എന്നുള്ള പേര് കിട്ടി. വേദങ്ങളെ അദ്ദേഹം ഡിവൈഡ് ചെയ്തു, 4ആയി ഡിവൈഡ് ചെയ്തു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നിങ്ങനെ. അങ്ങനെയാണ് അദ്ദേഹത്തിന് വ്യാസൻ എന്ന് പേര് കിട്ടിയത്. മഹാഭാരതവും പുരാണങ്ങളും അടക്കം, ഉപനിഷത്തുകൾ അടക്കം എല്ലാം ചിട്ടയോടെ എഴുതിപ്പിച്ചെടുത്തത് അതിന്റെ തല എന്ന് പറയുന്നത് വേദവ്യാസനാണ്. അതേപോലെ എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ചേതി രാജാവിന്റെ വസു നായാടിന് പോയപ്പോൾ ഒരു മത്സ്യത്തിലൂടി 2 പുത്രന്മാരുണ്ടായി. ആ മത്സ്യം കാളന്തിയിലാണ് വസിച്ചിരുന്നത്. ആ മത്സ്യത്തിൽ നിന്നും ഒരു മുക്കുവൻ ആ മത്സ്യത്തിനെ പിടിക്കുകയും ആ മത്സ്യത്തിനെ കീറിയെടുക്കുമ്പോൾ
അതിനകത്ത് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അതിൽ ആൺകുട്ടിയെ ആ മുക്കുവൻ രാജാവിന് ഗിഫ്റ്റ് കൊടുക്കുകയും പെൺകുട്ടിയെ ആ മുക്കുവൻ വളർത്തുകയും ചെയ്തു. ആ പെൺകുട്ടിയാണ് വ്യാസദേവന്റെ അമ്മയായ കാളി എന്ന പേരിൽ അറിയപ്പെടുന്ന മുക്കുവ കന്യക സത്യവതി. അപ്പോ മത്സ്യഗന്ധി എന്നും സത്യവതിക്ക് മറ്റൊരു പേരുണ്ട്. ഒരിക്കൽ പരാശര മഹർഷി ഒരു നദി കടക്കാൻ വേണ്ടി കാളന്തിയുടെ സമീപം എത്തിയപ്പോൾ ഈ മുക്കുവ മുക്കുവ കന്യക എന്ന് പറയുന്നത് അവരുടെ ജോലി കടത്തു വള്ളമാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് പരാശര മുനി നോക്കിയപ്പോൾ ഗ്രഹങ്ങളുടെ നില വളരെ വളരെ പോസിറ്റീവായിട്ടിരുന്ന ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ആ സമയത്ത് ജനിക്കുന്ന ഒരു പുത്രന് വേദങ്ങളെല്ലാം അടുക്കും ചിട്ടയോടുകൂടി ലോക നന്മയ്ക്ക് വേണ്ടി ഡിവൈഡ് ചെയ്തെടുക്കാൻ ശക്തിയുള്ള ഒരു പുത്രനെ ആ സമയത്ത് ജന്മം എടുക്കുന്ന ഒരു കുട്ടിക്ക് ഗ്രഹനില അനുസരിച്ച് ചെയ്യാൻ കഴിയുമെന്ന് മുൻകൂട്ടി കണ്ട പരാശരമുനി ഈ മത്സ്യഗന്ധി അല്ലെങ്കിൽ സത്യവതിയിൽ നിന്നും ഒരു പുത്രനെ ഉണ്ടാക്കി. അത് ഒരു സ്പെഷ്യൽ അനുഗ്രഹം കൊടുത്തു. ഈ പുത്രൻ ജനിച്ചാലും ദേവി കന്യകയായി തന്നെ തുടരുമെന്നൊരു അനുഗ്രഹം കൊടുക്കുകയും ജനിച്ച ഉടനെ തന്നെ പുത്രൻ വലിയ കുട്ടിയായി വലുതാവുകയും ചെയ്തു. അത് കസ്തൂരി അത്രയും കാലം മത്സ്യത്തിന്റെ ഗന്ധമായിരുന്ന സത്യവതിക്ക് അതോടുകൂടി കസ്തൂരി ഗന്ധം വരുവാൻ വേണ്ടി പരാശരമുനിയിൽ നിന്നും അനുഗ്രഹവും ഉണ്ടായി. അപ്പോ പരാശരമുനിയുടെ അനുഗ്രഹം കൊണ്ട് വേദവ്യാസൻ ജനിക്കുമ്പോൾ സത്യവതിയോട് പരാശരമുനി മഹർഷി പറയുകയാണ്, വിഷ്ണുവിന്റെ അംശമായിരിക്കും ആ പുത്രൻ, പരിശുദ്ധനായിരിക്കും, 3 ലോകത്തും കീർത്തിമാനായി അറിയപ്പെടുന്നവനായിരിക്കും, അതിവിദ്വാനായിരിക്കും, ലോകാചരനായി ലോകത്ത് അറിയപ്പെടും, അതേപോലെ വേദത്തെ പകുത്തുന്നവനായിരിക്കും, ലോകത്തിൽ ആരാധനമായിരിക്കുന്ന ഒരു പുത്രനാണ് ജനിക്കാൻ പോകുന്നു എന്ന് അനുഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ജനിച്ച വ്യാസദേവൻ ജനിച്ച ഉടനെ തന്നെ വളരുകയും അമ്മയോട് പറയുകയും ചെയ്തു, ഞാൻ തപസ്സിനായി പോകുന്നു. അമ്മ എന്നാണോ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, അമ്മയുടെ സ്മരണാർത്ഥം ഞാൻ എവിടെ ഇരുന്നാലും ഉടനെ തന്നെ അവിടെ ആഗതനാകുന്നതാണ് എന്ന് പറഞ്ഞ് വേദവ്യാസൻ തപസ്സിനായി പോവുകയും ചെയ്തു. ഈ കഥ മഹാഭാരതം ആദിപർവം 60 മുതൽ 63 വരെയുള്ള അധ്യായത്തിലാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. വേദവ്യാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേദവ്യാസനും പാണ്ഡവരും മഹാഭാരതവുമായിട്ടൊക്കെ വളരെ നല്ല കണക്ഷനാണുള്ളത്. മഹാഭാരതത്തിന് കുറച്ച് ഭാഗം ഞാൻ വേദവ്യാസനുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ചന്ദ്രവംശ രാജാവായിരുന്ന ശന്തനു, നമുക്ക് മഹാഭാരതത്തിന്റെ തുടക്കം അറിയാം. ഈ പറഞ്ഞ വേദവ്യാസന്റെ അമ്മയായ കാളി അല്ലെങ്കിൽ സത്യവതിയെ മറ്റൊരു അവസരത്തിൽ കല്യാണം കഴിക്കാൻ ഇടയായി. അത് നമുക്കറിയാം. ഹസ്തിനപുരത്തിൽ ആ സമയത്ത് രാജാവായിരുന്നത് ശാന്തനുവാണ്. ശാന്തനുവിന്റെ ഗംഗാദേവിയിലുണ്ടായ പുത്രനാണ് ഭീഷ്മദേവൻ. ആ ഭീഷ്മദേവൻ ഒരു ദിവസം അച്ഛൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നത് മനസ്സിലാക്കി. അതെന്തെന്ന് അന്വേഷിച്ചപ്പോൾ സത്യവതി ദേവിയെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭീഷ്മദേവനാണ് അതിൽ മാധ്യസ്ഥം നിന്ന് കല്യാണം നടത്തിയത്. അപ്പോ ഭീഷ്മദേവൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു. സത്യവതിയുടെ അച്ഛന് കൊടുത്ത വാക്കാണ്, അദ്ദേഹം ആജീവിതാനന്ദ ബ്രഹ്മചര്യായി ഇരിക്കുമെന്നും സത്യവതിക്ക് ഉണ്ടാകുന്ന പുത്രന്മാരെ അടുത്ത ഭരണത്തിന് അവകാശികളാക്കുകയും ചെയ്യുമെന്ന് അത് ശപഥമെടുക്കുകയുണ്ടായി. ആ ശപഥത്തോടു കൂടിയാണ് ദേവവ്രതൻ ഭീഷ്മദേവൻ ആയി മാറുന്നത്. ദൃഢവ്രതം എടുത്തത് കൊണ്ടാണ് ഭീഷ്മൻ എന്നുള്ള പേരിന് അർഹനായത്. ഇനി പറയാനുള്ളത്, അങ്ങനെ ആ കാലത്ത് ശന്തനു മഹാരാജാവിന് 2 പുത്രന്മാരുണ്ടായി. ആ 2 പുത്രന്മാരിൽ ഒരാള് വിചിത്രവീരനും ചിത്രാംഗതനുമായിരുന്നു. എന്നാൽ ചിത്രാംഗതൻ നേരത്തെ തന്നെ മരണപ്പെട്ടു. ഒരു ചിത്രകേതു എന്നുള്ള ഒരു ഗന്ധർവനുമായിട്ട് യുദ്ധം ചെയ്ത് ചിത്രകേതു എന്നാണെന്ന് തോന്നുന്നു നേരത്തെ മരണപ്പെട്ടു. അപ്പൊ വിചിത്രവീരനാണ് രാജാവകാശി ആയത്. എന്നാൽ അദ്ദേഹവും മക്കളൊന്നും ജനിക്കാതെ തന്നെ മരണപ്പെട്ടു. അപ്പൊ അതിനു മുമ്പ് അംബിക, അംബാലിക എന്നുള്ള 3 കാശിരാജാവിന്റെ പുത്രിമാരെ വിചിത്രവീരനെ കല്യാണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അതിൽ അമ്പ ഒഴിച്ച് ബാക്കി 2 പേരെയും കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയുണ്ടായി ഭീഷ്മദേവൻ. അതിൽ
മക്കളൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ ഹസ്തിനാപുരത്തിൽ പിന്തുടർച്ചയ്ക്ക് ആളില്ലാതായപ്പോൾ സത്യവതി ദേവി വേദവ്യാസനെ സ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ദേവിയുടെ പുത്രനായ വേദവ്യാസനെ സ്മരിക്കുകയുണ്ടായി. ആ സമയത്താണ് വേദവ്യാസൻ അവിടെ ആവിർഭവിക്കുകയും അന്നത്തെ ഉണ്ടായ സമ്പ്രദായം അനുസരിച്ച് അംബിക അംബാലിക ഇവരിൽ സന്താനോൽപാദനത്തിന് വേണ്ടി വ്യാസദേവൻ ആ ഒരു സർവീസ് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ അംബയല്ല, അംബാലിക, 3 പേരുടെ പേര് അംബിക അംബാലിക. അംബികയും അംബാലികയും തമ്മിൽ വേദവ്യാസനിലൂടെ അംബികയിലൂടെ ധൃതരാഷ്ട്രനും അംബാലികയിലൂടെ പാണ്ഡുവും ജനിക്കുകയുണ്ടായി. അപ്പൊ അംബിക കണ്ണടച്ചത് കൊണ്ട് ധൃതരാഷ്ട്രനും കണ്ണ് ഇല്ലാത്ത ജനിക്കുകയുണ്ടായി. അംബാലിക വിറളി വ്യാസവ്യാസന്റെ വിരൂപമായ രൂപം കണ്ടിട്ട്, സന്യാസ വേഷം കണ്ടിട്ട് വേണ്ടവിധം സൽക്കരിക്കാത്തത് കൊണ്ട് അത് ഒന്ന് പരിങ്ങുകയുണ്ടായി. അതുകൊണ്ട് ജനിച്ച പുത്രനും പാണ്ഡുരോഗത്തിന് ഉടമയായി. എന്നാൽ ഇവരുടെ ദാസിയിൽ നിന്നും നല്ലൊരു പുത്രൻ ജനിച്ചു. അതാണ് വിതുരൻ. വിതുരൻ ശരിക്കും യമരാജന്റെ അവതാരമാണ്. അപ്പൊ അങ്ങനെ മഹാഭാരതത്തിന്റെ ബേസായ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ, ഈ 3 പേരും ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ അത് വേദവ്യാസന്റെ പുത്രരുമാണ്. അപ്പൊ ഇതാണ് വേദവ്യാസന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. മാത്രമല്ല വേദവ്യാസൻ സുഖദേവ ഗോസ്വാമിയുടെ പുത്രനും, വേദവ്യാസന്റെ പുത്രനാണ് സുഖദേവ ഗോസ്വാമി. അതെങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ വേദവ്യാസന്റെ സുത ഗോസ്വാമിയുടെ അച്ഛന്റെ പേര് വേദവ്യാസനാണ്. അമ്മയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് ഇന്ററാക്ട് ചെയ്യാമോ ആരെങ്കിലും? ആരാ? വാടിക എന്നാണോ? എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഹെതാച്ചി എന്നുള്ള അപ്സരസാണ്. ഹതാച്ചി എന്നുള്ള അപ്സരസാണ് സുഖദേവ ഗോസ്വാമിയുടെ അമ്മ. അപ്പോ മറ്റൊരു അവസരത്തില് സുഖദേവ ഗോസ്വാമി എന്നുള്ള ഒരു സൽപുത്രനെ ഹിതാജി എന്നുള്ള അപ്സരസിൽ നിന്നും വേദവ്യാസന് ഒരു പുത്രൻ ഉണ്ടാവാനുള്ള സൗഭാഗ്യം കൂടെ വേദവ്യാസന് കിട്ടിയിട്ടുണ്ട്. ഈ സുഖദേവ ഗോസ്വാമിയാണ് ശ്രീമദ് ഭാഗവതം ആദ്യമായി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ സുഖദേവ ഗോസ്വാമിയും ശരിക്കും വേദവ്യാസന്റെ പുത്രനാണ്. അങ്ങനെ മഹാഭാരതത്തിന്റെ ബേസ് നോക്കുമ്പോഴും ശ്രീമദ് ഭാഗവതത്തിന്റെ ബേസ് നോക്കുമ്പോഴും ശ്രീല വ്യാസദേവന്റെ ആ ഒരു എത്രത്തോളം വലിയ ബന്ധമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാസദേവന് റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഇനി പറയാനുള്ളത് വേദവ്യാസന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാര് എന്ന് പറയുന്നത് വൈംബശായനൻ, സൂതൻ, പൈലൻ, ജൈമിനി ഇവരെല്ലാം വേദവ്യാസന്റെ പ്രധാനപ്പെട്ട പുത്രനാണ്. മറ്റൊരു സ്ഥലത്തില് അസിതനും ദേവലനും സുമന്തു, ജൈമിനി ഇവരെല്ലാം വേദവ്യാസന്റെ ശിഷ്യന്മാരാണെന്ന് പറയും. അതെ. ഇനി അടുത്തത് വേദവ്യാസന്റെ റോള് വേറെ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ജീവിതകാലം മുഴുവനും വേദവ്യാസൻ പല അവസരങ്ങളിലും ഇവരെ മാർഗനിർദ്ദേശം നൽകുവാൻ വേണ്ടി വന്നു പോകുന്നതായിട്ട് നമുക്ക് മഹാഭാരതത്തിൽ കാണാവുന്നതാണ്. അങ്ങനെ മഹാഭാരതത്തിൽ പാണ്ഡവർ പ്രസ്ഥാനഘട്ടം സ്വീകരിക്കുന്നത് വരെയും വേദവ്യാസനെ പല അവസരങ്ങളിലും വേദവ്യാസന്റെ നിർദ്ദേശം കിട്ടാനുള്ള ഭാഗ്യം പാണ്ഡവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഭക്തന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മഹാഭാരതം ആദിപർവം 115 അധ്യായം 8 പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിക്കുന്നതിനുള്ള വരം കൊടുത്തത് വേദവ്യാസനാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഗാന്ധാരി മാംസപിണ്ഡം വ്യാസദേവനാണ് 100ആയി ഛേദിച്ച് വ്യത്യസ്ത കുംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നും മഹാഭാരതത്തിൽ 115 അധ്യായം 17 പദ്യത്തിൽ പറയുന്നുണ്ട്.
അതേപോലെ തന്നെ 100 പുത്രന്മാർക്ക് ഉപരിയായി ഗാന്ധാരിക്ക് ഒരു പുത്രിയും കൂടെ ജനിക്കുമെന്ന് അനുഗ്രഹം കൊടുത്തത് വേദവ്യാസനാണെന്ന് മഹാഭാരതം 116 അധ്യായം 16 പദ്യത്തിൽ പറയും. അതേപോലെ പാണ്ഡുവിന്റെ മരണശേഷം കുന്തിയോടൊന്നിച്ച് വനത്തിൽ കഴിഞ്ഞുകൂടിയ പാണ്ഡവരെ വ്യാസദേവൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛന്റെ മരണത്തിനെ കുറിച്ച്. അത് മഹാഭാരത ആദ്യ പർവ്വതത്തിൽ 128 അധ്യായം 5 ശ്ലോകത്തിലാണ് പറയുന്നത്. മറ്റൊരവസരത്തിൽ വ്യാസദേവനെ കുറിച്ച് പറയുന്നത് പാണ്ഡവരെ സമീപിച്ച് പാഞ്ചാലിയുടെ പൂർവ്വജന്മ കഥകൾ വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മഹാഭാരത ആദ്യ പർവ്വം 169 അധ്യായത്തിലാണ് പറയുന്നത്. മറ്റൊരവസരത്തിൽ പാണ്ഡവന്മാർ പാഞ്ചാലിയെ വിവാഹം കഴിക്കുന്നതിന് വ്യാസദേവൻ വേണ്ട സജ്ജീകരണങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ മഹാഭാരതം 196 അധ്യായം അതിനെക്കുറിച്ച് വിവരിക്കുന്നു. പലപ്പോഴും വ്യാസദേവൻ ധർമ്മപുത്രരുടെ ഒരു സദസ്യനായി അത്രത്തോളം ക്ലോസ് ആയിട്ട് ഇവരുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്ന് സഭാപർവ മഹാഭാരതത്തിൽ 4 അധ്യായത്തിൽ 11 പദ്യത്തിൽ പറയാറുണ്ട്. അതേപോലെ അർജുനനെ ഉത്തര ദിക്കിലേക്കും ഭീമസേനനെ പൂർവ്വ ദിക്കിലേക്കും സഹദേവനെ ദക്ഷിണ ദിക്കിലേക്കും നകുലനെ പശ്ചിമ ദിക്കിലേക്കും ജൈത്രയാത്രയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചത് വേദവ്യാസനായിരുന്നെന്ന് മഹാഭാരതം സഭാപർവ്വതത്തിൽ 26 അധ്യായത്തിൽ പറയും. അതേപോലെ വേദവ്യാസൻ യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ പല ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തെന്ന് മഹാഭാരതം സഭാപർവ്വം 33 അധ്യായം 34 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. രാജസൂയ യജ്ഞത്തിന്റെ അവസാനത്തിൽ യുധിഷ്ഠിരനെ ഭാവി കാര്യങ്ങളെ പറ്റി വേദവ്യാസൻ പ്രവചനം നടത്തിയിട്ടുണ്ട്. അതും സഭാപർവം 46 അധ്യായം 1 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. രാജസൂയ യജ്ഞം അവസാനിച്ചപ്പോൾ വ്യാസൻ യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്തു. അപ്പോഴും വേദവ്യാസന്റെ പ്രസൻസ് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. സഭാപർവം 53 അധ്യായം 10 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ദുര്യോധനനെ അനീതിയിൽ നിന്നും പിൻവലിക്കാൻ വ്യാസൻ ധൃതരാഷ്ട്ര ഉപദേശിച്ചു. അത് മഹാഭാരതത്തിൽ വനപർവ്വതത്തിൽ 7-8 ശ്ലോകത്തിൽ പറയും. അതേപോലെ പാണ്ഡവന്മാർക്ക് ദ്വൈതവനത്തിൽ അവർ താമസിച്ചപ്പോൾ വ്യാസൻ അവരെ സന്ദർശിക്കുകയും യുധിഷ്ഠിരനെ പ്രതിസ്മൃതി വിദ്യ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് മഹാഭാരതം വനപർവം 36 അധ്യായം 30 ശ്ലോകത്തിൽ പറയും. അതേപോലെ ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും മഹിമകൾ പറഞ്ഞു കേൾപ്പിക്കുന്നതിന് സഞ്ജയനെ ചുമതലപ്പെടുത്തിയത് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി പറഞ്ഞയച്ചത് വേദവ്യാസനാണെന്ന് മഹാഭാരതം ഉദ്യോഗപർവം 66 അധ്യായം 11 ശ്ലോകത്തിൽ പറയും. അതേപോലെ വേദവ്യാസൻ സഞ്ജയന് ദിവ്യദൃഷ്ടി, അതായത് ധൃതരാഷ്ട്രന്റെ അടുത്ത് കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ദിവ്യദൃഷ്ടി കൊണ്ട് കാണാനും പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് പ്രദാനം ചെയ്തത് വേദവ്യാസനാണെന്ന് മഹാഭാരതം ഭീഷ്മപർവം 2 അധ്യായം 10 ശ്ലോകത്തിൽ പറയും. അതേപോലെ മഹാഭാരത യുദ്ധത്തിൽ ദുഃഖിതനായിരിക്കുന്ന യുധിഷ്ഠിരനെ വേദവ്യാസൻ സമാധാനിപ്പിച്ചു എന്ന് മഹാഭാരതം ദ്രോണപർവം 71 അധ്യായം 23 ശ്ലോകത്തിൽ പറയും. അതേപോലെ മഹാഭാരത യുദ്ധത്തിൽ ഘടോൽകജൻ കൊല്ലപ്പെട്ടപ്പോൾ, ഭീമന്റെ പുത്രൻ ഘടോൽകജൻ കൊല്ലപ്പെട്ടപ്പോൾ യുധിഷ്ഠിരൻ വളരെ വിഷമിക്കുകയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വിലപിച്ചപ്പോൾ വ്യാസദേവൻ വന്ന് സമാധാനം പറഞ്ഞു. അങ്ങനെ അത് മഹാഭാരതം ദ്രോണപർവം 184 അധ്യായം 58 ശ്ലോകത്തിൽ പറയും. അതേപോലെ ശിവന്റെയും കൃഷ്ണന്റെയും മഹിമകളെ കുറിച്ച് അശ്വതാത്മാവിന് ഒരു സമയത്ത് വേദവ്യാസൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. അത് മഹാഭാരതം ദ്രോണപർവ്വതം 202 അധ്യായം 56 ശ്ലോകത്തിലാണ് പറയുന്നത്. അതേപോലെ മറ്റൊരു അവസരത്തിൽ സാത്യകി സഞ്ജയനെ വധിക്കാൻ പോയി. അപ്പോ വേദവ്യാസൻ അതിൽ ഇടപെട്ട് സഞ്ജയനെ അതിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി. ഇത് മഹാഭാരതത്തിൽ ശല്യപർവ്വതത്തിൽ 29 അധ്യായം 39 ശ്ലോകത്തിൽ പറയും. മറ്റൊരു അവസരത്തിൽ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുകയുണ്ടായി. ആ സമയത്ത് അത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ ശപിക്കാൻ പാടും എന്നൊക്കെ ഒരു ചർച്ച ഉണ്ടായി. അപ്പൊ അത് ശരിയാണ് എന്ന് വ്യാസദേവൻ സമർത്ഥിച്ചു. അത് മഹാഭാരതം സൗപ്തിക പർവം 16 അധ്യായം 17 ശ്ലോകത്തിൽ പറയും. അതേപോലെ പാണ്ഡവരെ ശപിക്കാൻ മുതിർന്ന ഗാന്ധാരിയെ ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വ്യാസദേവനായിരുന്നു. അത് ശ്രീമദ് ഭാഗവതമേ വരുന്നുള്ളൂ. മഹാഭാരതം സ്ത്രീപർവം 14 അധ്യായം 7 ശ്ലോകത്തിൽ പറയും. മറ്റൊരവസരത്തിൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം വ്യാസദേവൻ യുധിഷ്ഠിരനെ സമീപിച്ച് രാജഭരണം എങ്ങനെ നിർവഹിക്കാം എന്നതിനെ കുറിച്ച് ഉചിതമായ ഉപദേശങ്ങൾ കൊടുത്തു എന്ന് മഹാഭാരതം ശാന്തി പർവം 24 അധ്യായത്തിൽ പറയും.
മറ്റൊരവസരത്തിൽ മഹാഭാരത യുദ്ധത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും മരിച്ചതിൽ ദുഃഖിതനായി ശരീരത്യാഗം ചെയ്യാൻ വേണ്ടി മുതിർന്ന യുധിഷ്ഠിരനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നത് വ്യാസദേവനാണെന്ന് മഹാഭാരതം ശാന്തി പർവം 27-ാം അധ്യായം 28-ാം പദ്യത്തിൽ പറയും. മറ്റൊരവസരത്തിൽ ശരശയ്യയിൽ വീണ് കിടക്കുന്ന ഭീഷ്മരെ വ്യാസദേവൻ കാൽനടയായി പോയി ദർശനം കൊടുത്തു എന്ന് മഹാഭാരതം ശാന്തി പർവം 47-ാം അധ്യായത്തിൽ പറയും. മറ്റൊരവസരത്തിൽ യുധിഷ്ഠിരന് അശ്വമേധം ചെയ്യാൻ ഉപദേശം കൊടുത്തത് വ്യാസദേവനായിരുന്നു. അശ്വമേധ പർവം 3-ാം അധ്യായം 8-ാം ശ്ലോകത്തിലാണ് പറയും. മഹാഭാരത യുദ്ധാനന്തരം ധനപ്രാപ്തി, ധനമൊന്നുമില്ല, പണമൊന്നുമില്ല. അപ്പം ഒന്നേന്ന് പണമൊക്കെ ഉണ്ടാക്കണം. അതിനുവേണ്ടി മരുതൻ എന്നുള്ള രാജാവിനെ അടുത്ത് പോയി കാണാൻ വേണ്ടി വേദവ്യാസൻ പാണ്ഡവർക്ക് ഉപദേശം കൊടുത്തു എന്നുള്ള കാര്യം അശ്വമേധ പർവം 3-ാം അധ്യായം 20-ാം ശ്ലോകത്തിൽ പറയും. ഭർത്തൃമരണത്തിൽ ദുഃഖിതനായ ഉത്തരയെ, അഭിമന്യു മരിച്ചപ്പോൾ ഉത്തരയെ, ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുന്ദരമൈജിക്ക്, അഭിമന്യു മരിച്ചപ്പോൾ ദുഃഖിതയായിരുന്ന ഉത്തരയെ വ്യാസദേവൻ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. അത് അശ്വമേധ പർവം 62-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പുത്രമരണത്താൽ ദുഃഖിതനായ അർജുനനെ, അഭിമന്യു മരിച്ചപ്പോൾ വളരെ വിഷമിച്ച അർജുനനെ വ്യാസദേവൻ സമാധാനിപ്പിക്കുന്നു എന്നും അശ്വമേധ പർവം 62-ാം അധ്യായം 14-ാം ശ്ലോകത്തിൽ പറയും. മറ്റൊരവസരത്തിൽ യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞം നടത്തപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും വ്യാസദേവനാണ് പറഞ്ഞു കൊടുത്തത്. അത് അശ്വമേധാദിയ പർവം 62-ാം അധ്യായം മുതൽ 72-ാം അധ്യായം വരെ ആ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. മഹാഭാരത യുദ്ധ അനന്തരം വനത്തിൽ പോയ ധൃതരാഷ്ട്രരെ വ്യാസദേവൻ പോയി കാണുന്നു. വ്യാസദേവൻ മാത്രമേ പോയി കാണുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചു അവിടെ പോയി. അങ്ങനെ മഹാഭാരതം വാസിക പർവം എന്നുള്ള 28-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. അതേപോലെ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയ പുണ്യാത്മാക്കളെ എല്ലാം വ്യാസദേവൻ ഹലോ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, അടുത്തത് മഹാഭാരതത്തിൽ മരിച്ചുപോയ ഒരുപാട് പുണ്യാത്മാക്കളെ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ തപോബലം കൊണ്ട് ഗംഗാ നദിയുടെ ഉപരിതലത്തിൽ വരുത്തുകയും ധൃതരാഷ്ട്രരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗാന്ധാരിക്ക് അടക്കം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മരണത്തിന് ശേഷം അവരെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ധൃതരാഷ്ട്രർക്ക് ഇവരെയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വ്യാസദേവൻ അദ്ദേഹത്തിന്റെ തപോബലം കൊണ്ട്. അതേപോലെ വേദവ്യാസന്റെ നിർദ്ദേശം അനുസരിച്ച് വിധവകളായി തീർന്ന മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരുപാട് ക്ഷത്രിയ സ്ത്രീകൾക്ക് ഗംഗയിൽ മുങ്ങാനുള്ള അവസരവും അങ്ങനെ മുങ്ങി അവരുടെ ഭർത്താവിന്റെ ലോകത്ത് തന്നെ പോയി ചേരാൻ വേണ്ടിയുള്ള അനുഗ്രഹം കൂടെ വ്യാസദേവൻ കൊടുക്കുകയുണ്ടായി. അത് മഹാഭാരതം ആശ്രമവാസി പർവം എന്നുള്ള പർവത്തിൽ 33-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയും. അതേപോലെ യദുകുലം നശിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ വ്യാസന്റെ ആശ്രമത്തിൽ വന്ന് വിഷമം പറയുകയും അതിന് വേദവ്യാസൻ ഉചിതമായ ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള വിഷയം മൗലാസ പർവ്വതത്തിൽ 8-ാം അധ്യായത്തിൽ പറയും. അതേപോലെ വ്യാസദേവൻ ജനമേജയ മഹാരാജാവിന്റെ ഒരു ഉപദേഷ്ടാവായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ മറ്റൊരവസരത്തിൽ വേദവ്യാസൻ ഒരു പുഴുവിനെ രക്ഷിച്ചു. ഒരു പുഴു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു വലിയൊരു വണ്ടി അതിനെ അരച്ചു കളയുന്ന രീതി വന്നു. അപ്പോൾ വേദവ്യാസൻ ആ പുഴുവിനെ രക്ഷിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ വേദവ്യാസന്റെ സ്പർശനം കൊണ്ട് തന്നെ പാവമുക്തി വന്ന ആ പുഴു നെക്സ്റ്റ് ബർത്തിൽ ബ്രാഹ്മണനായി ജനിക്കപ്പെട്ടെന്ന് മഹാഭാരതം അനുശാസന പർവം കൊണ്ട് 117-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു കഥ പറയുന്നു. പിന്നെ പറയുന്നത് വേദവ്യാസൻ ഒരുപാട് കാലം ഹിമാലയത്തിൽ പോയി ഗുഹയിൽ താമസിച്ച് അവിടെ നിന്നുമാണ് ഈ വേദങ്ങളെല്ലാം പുരാണ ഇതിഹാസങ്ങളെല്ലാം പകുത്ത് എഴുതപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിയോഗത്തിന് വേണ്ടി അദ്ദേഹം ബ്രഹ്മാവിനെ സമീപിക്കുകയും അത് എഴുതാൻ വേണ്ടി ഒരു റൈറ്റർ വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന് കറക്റ്റായിട്ടുള്ള ആള് ഗണപതിയാണെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വേദവ്യാസൻ ഗണപതിയെ സ്മരിച്ച മാത്രമേന ഗണപതി അവരെ ആവിർഭവിക്കുകയും ഒരു എഴുത്താണി അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ആ എഴുത്താണി
ഒരിക്കലും നിർത്താതെ പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും നിർത്താതെ ഞാൻ എഴുതും, എവിടെയെങ്കിലും സ്റ്റോപ്പ് അങ്ങ് ചെയ്തു പോയാൽ പിന്നെ ഞാൻ പിന്നെ എഴുതൂല എന്ന് ഇത് ഗണപതി പറയുകയും, തിരിച്ച് ഞാൻ പറയുന്നത് വെറുതെ എഴുതാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് ശരിയാണെങ്കിൽ മാത്രമേ അങ്ങും എഴുതാവൂ എന്ന് തിരിച്ച് വേദവ്യാസൻ പറഞ്ഞതും ഗണപതിയും സമ്മതിച്ച് പരസ്പര സമ്മതത്തോടു കൂടി എഴുതിയതാണ് വേദങ്ങളും മഹാഭാരതവും എല്ലാം. അങ്ങനെ 2.5 വർഷം കൊണ്ടാണ് മഹാഭാരതം എഴുതി തീർത്തതെന്ന് പറയപ്പെടുന്നു. അത് മഹാഭാരതം ആദിപർവം 1-ാം അധ്യായത്തിലാണ് ഈ വിഷയത്തിനെ കുറിച്ചുള്ള കഥകളെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെ വേദവ്യാസനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വിഷ്ണു പുരാണം 3-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തില് എത്ര വ്യാസദേവന്മാരുണ്ടെന്ന് പറയും? എത്ര വ്യാസദേവന്മാരുണ്ട് അറിയാമോ? ഭക്തജനങ്ങൾ ഒന്ന് പറയാമോ? എത്ര വ്യാസദേവനുണ്ട്? ആരെങ്കിലും സംസാരിക്കാമോ? ആരുമില്ലേ? ആരും താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ. അതായത് വ്യാസദേവൻ എന്ന് പറയുന്നത് ഓരോരോ മന്വന്തരത്തിലും ഓരോരോ വ്യാസദേവനാണ്. വ്യാസദേവൻ എന്നുള്ള ആ ഒരു വലിയ ഒരു സർവീസ് ചെയ്യാൻ ശരിയായ ഒരു ആത്മാവിനെ ഭഗവാന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഭഗവാൻ സ്വയം ആ സർവീസ് നിർവഹിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മന്വന്തരത്തിലും ഓരോരോ വ്യാസദേവന്മാർ ജനിക്കുന്നുണ്ട്, പുരാണങ്ങളിൽ കാണാൻ കഴിയുന്നു. ഏതേത് മന്വന്തരത്തിൽ ആരെല്ലാമാണ് വ്യാസനായിരുന്നെന്നും ആ വ്യാസദേവന്മാരെല്ലാം വിഭജിച്ച വേദശാഖകൾ എന്തെല്ലാം എന്നുള്ളതിനെ പറ്റി വിഷ്ണു പുരാണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-ാം അധ്യായത്തിലാണ് വിശാലമായ വർണ്ണന കാണപ്പെടുന്നത്. അതില് വൈവസ്വത മനുവിന്റെ മന്വന്തരത്തിൽ ഇതേവരെ വൈവസ്വത മനുവിന്റെ മന്വന്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മന്വന്തരത്തിൽ ഇതേവരെ കഴിഞ്ഞു പോയ ദ്വാപര യുഗങ്ങളിൽ ഒരു മന്വന്തരത്തിൽ 71 ചതുർയുഗങ്ങളുണ്ട്. ഓരോ ചതുർയുഗത്തിലും സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ദ്വാപര യുഗത്തിലും വേദവ്യാസൻ വേദങ്ങളെ 4ആയി പകുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ വൈവസ്വത മന്വന്തരത്തിൽ ഇതേവരെ കഴിഞ്ഞുപോയ ദ്വാപര യുഗങ്ങളിൽ മഹർഷിമാരാൽ വേദം 28 പ്രാവശ്യം പിന്നെയും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ദ്വാപര യുഗത്തിലും വേദങ്ങളെ 4ആയി വേർതിരിച്ച് 28 വേദവ്യാസന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. 1-ാമത്തെ ദ്വാപര യുഗത്തിൽ വേദത്തെ വേർതിരിച്ചത് ബ്രഹ്മാവ് തന്നെയായിരുന്നു. 2-ാമത്തെ ദ്വാപര യുഗത്തിൽ വേദവ്യാസൻ പ്രജാപതിയായിരുന്നു. 3-ാമത്തെ ദ്വാപര യുഗത്തിൽ വ്യാസദേവൻ എന്ന് പറയുന്നത് ശുക്രാചാര്യരായിരുന്നു. 4-ാമത്തേതിൽ ബൃഹസ്പതിയായിരുന്നു. 5-ാമത്തെ ദ്വാപര യുഗത്തിൽ വ്യാസദേവൻ എന്ന് പറയുന്നത് സൂര്യനായിരുന്നു. 6-ാമത്തേതിൽ സർവശക്തനായ യമരാജാവായിരുന്നു. 7-ാമത്തേതിൽ ഇന്ദ്രദേവനായിരുന്നു. 8-ാമത്തേതിൽ വശിഷ്ഠനായിരുന്നു. 9-ൽ സാരസ്വതനമായിരുന്നു. 10-ൽ ത്രിതാമാവായിരുന്നു. 11-ൽ തൃഷികനായിരുന്നു. 12-ൽ ഭരദ്വാജനായിരുന്നു. 13-ൽ അന്തരീക്ഷൻ. 14-ൽ വർണ്ണി. 15-ൽ ത്രയാരുണൻ. 16-ൽ ധനഞ്ജയൻ. 17-ൽ കൃതൃഞ്ജയൻ. 18-ൽ ജയൻ. പിന്നെ ഭരദ്വാജൻ, ഗൗതമൻ, ഹര്യാത്മാവ്, വ്യജാശ്രേവസ്, തൃണബന്ധു, ഋഷൻ, ശക്തി, പരാശരൻ, ജാതുകർണൻ, അതിനുശേഷം കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നുള്ള ഇപ്പോഴത്തെ വ്യാസൻ. ഇത്രയും പേരാണ് പണ്ടുണ്ടായിട്ടുള്ള 28 വ്യാസദേവൻ. അപ്പൊ അതാത് ദ്വാപര യുഗത്തിന്റെ ആരംഭത്തിൽ ഒന്നായിരുന്ന വേദങ്ങളെ 4ആയി വേർതിരിക്കുന്നത് ഇവര് എല്ലാ ദ്വാപര യുഗത്തിലും ചെയ്തു. അങ്ങനെ ഇന്നുള്ള ഈ ദ്വാപര യുഗത്തിലെ വ്യാസദേവന്റെ പേര് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ദ്വാപര യുഗത്തിൽ ആരാണ്? അത് അടുത്ത ദ്വാപര യുഗത്തിൽ ദ്വാപര യുഗത്തിൽ വേദവ്യാസനാകാൻ പോകുന്നത് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാത്മാവാണ്. ഒരു നല്ല ഒരു വ്യത്യസ്തമായ ഒരു ഡൈറ്റി
തിരുവനന്തപുരത്തുകാർക്ക് കാണാൻ കഴിയും. വേദവ്യാസനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വേദവ്യാസന്റെ ഡൈറ്റിയുണ്ട്. ആ ഡൈറ്റിയോട് ചേർന്ന് അശ്വതാത്മാവിന്റെ ഡൈറ്റിയുമുണ്ട്. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നും, വേദവ്യാസനും അശ്വതാത്മാവ് എന്ത് കോമ്പിനേഷൻ ആണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ആ കോമ്പിനേഷൻ ഇതാണ്. നെക്സ്റ്റ് ദ്വാപാര യുഗത്തിൽ, ചതുർയുഗത്തിലെ നെക്സ്റ്റ് ദ്വാപാര യുഗത്തിൽ, അടുത്ത മന്വന്തരത്തിലെ വ്യാസൻ അശ്വതാത്മാവ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ അടുത്ത മന്വന്തരത്തിലല്ല, അടുത്ത ദ്വാപാര യുഗത്തിലെ വ്യാസദേവനാണ് അശ്വതാത്മാവ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് വ്യാസദേവന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വ്യാസദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിവേഷ അവതാരം തന്നെയാണ്. ഇനി വ്യാസദേവനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കുരുക്ഷേത്ര എന്നുള്ള സ്ഥലത്ത് വ്യാസവനം എന്നുള്ള ഒരു വനമുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അവിടെ പോയി ആരെങ്കിലും അവിടുത്തെ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ സഹസ്ര ഗോദാനത്തിന്റെ ഫലം കിട്ടുമെന്ന് മഹാഭാരതം വനപർവം 89 അധ്യായം 93 പദ്യത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വ്യാസസ്ഥലി എന്ന് പറഞ്ഞും കുരുക്ഷേത്രം എന്നുള്ള സ്ഥലത്തിന് അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെയും ആരെങ്കിലും സന്ദർശിക്കുന്നവന് സഹസ്ര ഗോദാനത്തിന്റെ ഫലം കിട്ടുമെന്ന് മഹാഭാരതം വനപർവം 83 അധ്യായം 93 പദ്യത്തിൽ പറയും. ഇതല്ലാതെ വളരെ സന്തോഷ വാർത്ത, നമ്മുടെ കുറെ ഭക്തന്മാർ, നമ്മുടെ തിരുവനന്തപുരം ശ്രീ ജഗന്നാഥ് മന്ദിർ രാധാ നീലമ സത്സംഗത്തിൽ നിന്നും ഒരുപാട് ഭക്തന്മാര് ബദരികാശ്രമം സന്ദർശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നെല്ലാം അവർ ബദരികാശ്രമത്തിലായിരുന്നു. ആ ബദരികാശ്രമത്തില് വ്യാസഗുഹ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ നിന്നുമാണ് വ്യാസദേവൻ ഈ പറഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതി ഉണ്ടാക്കിയത് എന്നും പറയപ്പെടും. അപ്പൊ അതിനുള്ള മഹാഭാഗ്യം ഈ സത്സംഗത്തില് പങ്കെടുക്കുന്ന കുറെ മാതാജിമാർക്കും പ്രഭുസിനും ഒക്കെ ഹിസ് ഗ്രേസ് നട്വർ പ്രഭുവും ഹിസ് ഗ്രേസ് സർവദുഃഖ ഹരിദാസ് പ്രഭു ഒക്കെ ചേർന്ന് അവർക്കൊക്കെ ആ മഹാഭാഗ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യാസദേവനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ഒരുപാട് സമയമായതുകൊണ്ട് നമുക്കിന്ന് ക്ലാസ് നിർത്താം. ഇനി ഈ ശ്ലോകത്തിനകത്ത് വിവിധ ദർശനങ്ങളെ കുറിച്ച് ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. അത് ഗൗതമനെന്നും കണാദനെന്നും കപിലനെന്നും പതഞ്ജലി എന്നും ജൈമിനി എന്നും അഷ്ടാവക്രൻ എന്നുമുള്ള വ്യത്യസ്ത ഷഡ്വിധ തത്വശാസ്ത്രം നമുക്ക് പ്രദാനം ചെയ്ത വിവിധ ആചാര്യന്മാരാണ് ഇവരെല്ലാം. ഇവരെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ദയവായി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രഭുജി, വ്യാസദേവന്റെ ശുകദേവന്റെ അമ്മയുടെ പേര് വാട്ടിക എന്നല്ലേ? ഹിതാച്ചി എന്നുള്ള അപ്സരസാണ്. ഹിതാച്ചി എന്നുള്ള അപ്സരസാണ്. ആ ദേവിക്ക് വേറെ പേരുണ്ടോ എന്ന് നമുക്കറിയാം. വാട്ടിക എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് ചോദിച്ചത്. അതെ, നേരത്തെ ഒരു പ്രഭുവും പറഞ്ഞിരുന്നു. നമുക്ക് അതിനെ കുറിച്ച് ഇനിയുള്ള ക്ലാസ്സിൽ ഒരു ക്ലാരിറ്റി വരുത്താം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സാ പ്രഭു. ഹരേ കൃഷ്ണ. എപ്പോഴും അതെ, പ്രഭുവിന്റെ ക്ലാസ് നല്ല ക്ലാസ്. എല്ലാവരുടെയും അതെ കേട്ടോ. എന്നാലും അതെ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് ഈ സമയത്ത് ഭഗവാന് കർട്ടൻ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന് നമുക്ക് ദർശനം എടുക്കാൻ കഴിയുന്നില്ല. അപ്പോ ഒന്നുകിൽ നമുക്ക് ശ്രീല പ്രഭുപാദന്റെ ദർശനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വന്നു ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു. നമുക്ക് പ്രഭുപാദന്റെ ദർശനത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. श्रीला प्रभुपाद की जय। ग्रंथराज श्रीमद् भागवतम भगवद गीता की जय। श्रीला प्रभुपाद की जय। गौर ब्रह्मदेव हरि।